ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചലഞ്ച് ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ്, അറിയത്തില്ലല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് ടേക്ക് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ മുമ്പിൽ കളി എങ്ങനെയാ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ പാത്രത്തിൽ അമ്മ ഫുഡ് കൊണ്ട് വയ്ക്കും, ഫുഡോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കത് ടേക്ക് ചെയ്യാം, നമുക്കത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൂസ് ചെയ്യാം. അത് നമ്മൾ തന്നെ തീരുമാനിക്കും. ആ ഫുഡ് നമ്മൾ തുറന്ന് നോക്കാതെ തന്നെ നമ്മൾ തീരുമാനിക്കും നമുക്ക് എടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇനി ചിലപ്പോൾ ആ ഫുഡ് നല്ലതാണെങ്കിൽ നമ്മൾ ലൂസാ പറഞ്ഞെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ഇനി ആ ഫുഡ് ചീത്തയാണ്, അതായത് നമ്മൾ ടേക്കാ പറഞ്ഞെങ്കിൽ നമുക്കത് തിന്നണം ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ചലഞ്ച്. അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. അതിന് മുമ്പ് ദിൽസ് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിങ്ങനെ കൈയൊക്കെ അടിച്ചേ. അപ്പോൾ ഗായ്സ്, അമ്മ നമ്മുടെ മുമ്പിൽ ഇതേ പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തുറക്കുമ്പോൾ ഒന്നുമില്ല, കാരണം ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ണടച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിത് തുറന്ന് വെക്കാം കേട്ടോ. അമ്മ ഫുഡ് വെക്കട്ടെ. ഓക്കെ ഗൈസ്, അമ്മ ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിൽജി എന്നാ ചെയ്യുന്നത്? ഞാൻ ടേക്ക് ചെയ്യുക. ഞാനിത് ടേക്ക് ചെയ്യാണ് ഗൈസ്. ഓക്കെ, ജെല്ലി. അപ്പൊ ഗൈസ്, ജെല്ലി ആട്ടോ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയേക്കുന്നേ. അമ്മ സ്പൂൺ തന്നെ ഗൈസ്, അമ്മ സ്പൂൺ തരാൻ മറന്നു. സ്പൂൺ കയ്യിലാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ജെല്ലി, ഇത് ജെല്ലി അല്ലേ, പുഡിങ് ആട്ടോ. ഇത് ഏത് ഫ്ലേവർ ആണെന്ന് എനിക്കറിയാം. പുഡിങ് പൊട്ടിച്ചേരണം. അപ്പൊ ഗൈസ്, ഫസ്റ്റ് റൗണ്ട് രണ്ടുപേർക്കും നല്ലതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ടേക്കാണ് ചെയ്തത് അല്ലേ? ഇപ്പൊ ഇത് ദിൽജ ഇത് ലോസ് ചെയ്ത് എന്നാ ചെയ്തത്? എനിക്ക് തിന്നാൻ കിട്ടില്ല, പിന്നെന്ത് ചെയ്യാനാ? ജെല്ലി ആട്ടോ. ഞാൻ ഇത് തിന്നാണേ. അപ്പൊ ഗൈസ്, നല്ല, എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗ്രീൻ ഫ്ലേവറാണ്. എനിക്ക് ഗ്രീൻ ആപ്പിൾ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ചലഞ്ച് കഴിഞ്ഞിട്ട് തിന്നാണ് ഗൈസ്. വിളിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ റൗണ്ട് രണ്ടുപേർക്ക് നല്ലതായിരുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ കളി മനസ്സിലായി നിങ്ങൾക്ക് തോന്നുന്നു. അതാണ് നമ്മുടെ കളി. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് ഒക്കെ അടിപൊളിയായിട്ട് പോയി. നമുക്ക് ഇനി സെക്കൻഡ് റൗണ്ടിന് വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കാം. അപ്പൊ നമുക്ക് കണ്ണടയ്ക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, അടുത്ത ഫുഡ് വെച്ചിട്ടുണ്ട്. നീ എന്നാ എടുക്കണം? ഞാൻ ഇത് ലൂസ് എടുക്കണം. എന്നാ നോക്കൂ, നല്ല നിക്കാ തിന്നാൻ. ഇത് ഇതൊക്കെ നാരങ്ങ വെച്ചത് പണിഷ്മെന്റ് ഒന്നല്ല ഗൈസ്, നല്ല നല്ല പുളിയുള്ള നാരങ്ങയാണ്. ഞാനിത് ലൂസാണ് എടുത്തത്. അപ്പൊ എനിക്കിത് വേണ്ട ഗൈസ്, ഞാൻ തിന്നണ്ട. ദിൽജ തിന്നെ. എല്ലാം കളിക്കണം. ദിൽജയ്ക്ക് എന്താ എക്സ്പ്രഷൻ ഇടുന്നത്? സാധാരണ നാരങ്ങ പുഷ്പം വരെ തിന്നേണ്ട ആളാ. എന്നാ പറ്റി? ജാതിക്ക് ഒന്നും വെച്ചേക്കരുത്. അമ്മയല്ലേ അതൊക്കെ. മതിയില്ലേ, പാവ. നിങ്ങൾ അറിഞ്ഞോ ദിൽജ ഇത് മാലയൊക്കെ ഇട്ട്? ഇപ്പം ദിൽജ മാളികപ്പുറം ഇതുണ്ടോ? മാളികപ്പുറം ദിൽജ അല്ല ദിൽജ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. നമുക്ക് അടുത്ത റൗണ്ട് കണ്ണടച്ചിരിക്കാം. എനിക്ക് വെച്ചിട്ടില്ല.
വെച്ചില്ല. ഓക്കെ, ഞാൻ ഇത് ഗൈസ് എനിക്കിത് എടുക്കാൻ നല്ല പേടിയുണ്ട്. കാരണം അമ്മ ഏതാ കാട്ടി നോക്കിയത് ഇത് ലൂസ് എടുക്കുന്നത് ഞാൻ കളയുന്നു. ചിലപ്പോ നല്ല സാധനമാണല്ലോ. ഞാൻ കളയുന്നു. ഞാൻ ലൂസ് എടുക്കുന്നു. ദിൽഷ എന്നാന്ന് പറ. ഇത് ചിലപ്പോ നല്ല കാരണം ഇവിടെ നല്ല സാധനമൊക്കെ നിപ്പുണ്ട്. ഞാൻ ഇത് ടേക്ക് എല്ലാ സാധനങ്ങളും എല്ലാ കപ്പളങ്ങയും കോക്കൊക്കെയാണ്. ഞാൻ ലൂസ് എടുക്കും. ഞാൻ തുറക്കുവാണ്. കോവയ്ക്കയുടെ ഇത് കണ്ടോ? ഇത് ഞാൻ തിന്നണോ? ആ, ഇത് തിന്നണം. കോവയ്ക്ക ഉണ്ടായി വരുന്ന കോവയ്ക്കയാ. ഇത് guys പൂവ് തിന്നാൻ തോന്നുന്നു. പൂവല്ല, കായ ഉണ്ടായി വരുന്ന. ഇത് തിന്നാൻ പറ്റുമോ? ഞാൻ പൂവായിരിക്കും തിന്നുന്നതെന്ന്. അതാണ് ചേച്ചി കണ്ടോ? പൂ തിന്നാൻ പറ്റുമോ? തിന്നോ? അത് വലിയ കുഴപ്പമില്ല. സാധാരണ കോവയ്ക്കൊക്കെ നമ്മൾ തിന്നുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഈ പൂവൊക്കെ തിന്നണം. ഞാനും അപ്പൊ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ദിൽജ ഉണ്ടല്ലോ അമ്മയെ കാട്ടിന്ന് എന്തോ പറിച്ചോണ്ട് വന്നോർത്ത വലിയ ലൂസ് എടുത്ത് പേടിച്ചാണ് ലൂസ് എടുത്തത്. എനിക്ക് ധൈര്യം ഉണ്ടല്ലേ, നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പൂ ഇവിടെ വെക്കാണ്ടോ. നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഉണ്ട്. ഈ കണ്ണടച്ചിരിക്കാം. അപ്പൊ എനിക്ക് മൂന്നാമത്തെ റൗണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്കിനി കണ്ണടച്ചിരിക്കാം കേട്ടോ. ടാറ്റാ. ദിൽജ ഓൾറെഡി കണ്ണടച്ചിരുന്നു. അല്ല ദിൽജ? ഇവിടെ തുറക്കാൻ തോന്നുന്നു. ഞാൻ ആലോചിക്കട്ടെ. അമ്മ കഴിഞ്ഞ പ്രാവശ്യം മുട്ടായുടെ ഒച്ച വെച്ചിട്ട് അമ്മ നാരങ്ങ എടുത്ത് വെച്ചാൽ നിങ്ങൾ കേട്ടോ? അതുകൊണ്ടാ ദിൽജ എനിക്ക് ഒന്ന് മുട്ടായുടെ ഒച്ച കേട്ടാ എടുക്കാൻ തോന്നുന്നു. ഇപ്രാവശ്യം ഞാൻ മുട്ടായുടെ ഒച്ച കേട്ടു. പക്ഷെ ഇത് ഞാൻ ഇത് ടേക്ക് എടുക്കണം. ഞാനും ടേക്ക് എടുക്കാണ്. തുറക്കണം. 3, 2, 1. മിൽക്ക് ടേസ്റ്റ്. അത് കണ്ട് അപ്പൊ നീ കണ്ടിട്ടാണോ ടേക്ക് എടുത്തേ? അല്ല, പിന്നെ ഞാനിത് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കല്ലേ, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇത് മിൽക്ക് എന്തോ ഇങ്ങനെ ഇരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി മിൽക്ക് ടെസ്റ്റ്. അപ്പൊ നമുക്ക് മുട്ടായാണ് കിട്ടിയത്. അപ്പൊ ഇത് രണ്ടുപേരും ടേക്ക് ആട്ടോ എടുത്ത്. നിങ്ങൾക്ക് വേണം? ഇത് പൊളിഞ്ഞു പോയിട്ടോ. നല്ലോ നിങ്ങൾ ലൈക്ക് ചെയ്യാം. നിങ്ങൾ ചുമ്മാ ഇരിക്കല്ലോ. എനിക്കറിയാം ഇപ്പൊ കുറച്ചൊന്നും ലൈക്ക് ചെയ്തിട്ടില്ല. ലൈക്ക് കേട്ടോ. അടുത്ത റൗണ്ട് പോയിട്ട് പോവാം. അത് പോണേ, നമുക്ക് ഈ റൗണ്ടിൽ ഇരിക്കാം. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഞാൻ മൊത്തം ചെയ്യും. അടുത്ത റൗണ്ടിലേക്ക് പോവാം. വെച്ചോ. അപ്പൊ നമുക്ക് നാലാമത്തെ അല്ല 5ാമത്തെ റൗണ്ട് വേണ്ടി കണ്ണടച്ചിരിക്കാം കേട്ടോ. ബൈ. ഓക്കെ, സെറ്റ്. ഞാനിത് ടേക്ക് എടുക്കുന്നു. ഞാനും ഓക്കെ അല്ലേ? അപ്പൊ ഇച്ചിരി ഇച്ചു എനിക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ 4ാമത്തെ ഉണ്ടല്ലേ? ആണോ അറിയില്ല. ഫസ്റ്റ് ജെല്ലി. ജെല്ലി. ഫസ്റ്റ് ജെല്ലി. 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 സെക്കൻഡ് ലെമൺ. തേർഡ് കോവലിൽ പോവുക. ഫോർത്ത്. അപ്പൊ മുമ്പ് തന്നെ 4th മിൽക്ക് ടെസ്റ്റ്. ഇത് ഫിഫ്ത്ത്. അങ്ങനെ ഞാനും പറഞ്ഞു. അപ്പൊ 5ാമത്തെ റൗണ്ടാണ്. ഞാനും ടേക്ക് എടുത്ത് ദിൽജ ഏതാ? ടേക്ക്. 3, 2, 1 ഗോ. അവർ കാണിക്കേ. ഇതിപ്പോ ചിറ്റാമിക്ക് കൊടുത്തിട്ട് മൊത്തം നിന്ന് തീർക്കും. കഴിച്ചുണ്ടോ ഇത്ര നേരം ഇവിടെ നിക്കുന്ന പാവയ്ക്ക്? അത് അമ്മേനെ എപ്പോഴാ പറിച്ചേ? കോവൽപ്പൂ പറിക്കാൻ പോയപ്പോ. ഇത് കുഞ്ഞു പാവയ്ക്ക, നല്ല കയ്പുണ്ട്. ഇത്ര നേരം മധുരം തിന്നില്ല, അപ്പം ബാലൻസ് ചെയ്യാനാ. നമുക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ല തിന്നവേ. ഞാൻ ഈ മുട്ട നിന്ന് കേട്ടോ. തിന്നോ തിന്നോ. മധുരം മധുരം തിന്നല്ലേ ഇത്ര നേരം ഭാവിക്കുന്നല്ല. ഷുഗർ ഉണ്ടായിരിക്കും. നീ എത്ര കടിച്ചല്ലേ?
രണ്ടുപേരും പ്രതീക്ഷിച്ചില്ലല്ലേ ഒരിക്കലും. ഞാൻ കടിച്ചില്ല. നോക്കാം. നല്ലല്ലേ തിന്നാന്? കഴുപ്പുണ്ട്. എന്നാലും തിന്നാൻ നല്ല രസാ. ചുമ്മാ വിഴുങ്ങിയാ മതി. വലിയ കുഴപ്പമില്ല, പക്ഷെ കയ്പങ്ങ് കേറി. മറ്റേ കയ്പിലും കയ്പല്ലേ? മുട്ടായി നല്ല സുഖമായിട്ട് ചവച്ചല്ലേ? എന്നാലും ഇത് നല്ല കഴിക്കാം. രസാണ്. മധുരം തിന്നാണ്ട് ഷുഗർ ഉണ്ടായിരുന്നുള്ളൂ. മധുരം ഞാൻ ഷുഗർ ഉണ്ടായിരിക്കാണ്. ഇനി ഇത് പറിക്കാൻ പോവാ. ഇങ്ങനെയുണ്ടില്ല. നീ തിന്നണേ, ഞാൻ മൊത്തം തിന്നേ. കുഴപ്പമില്ല, ചില സമയത്ത് ഈ കയ്പൊക്കെ കയറി വരും. അപ്പൊ നമുക്ക് എന്തോ പോലെ തോന്നുന്നു. ഇറക്കുമ്പോ എന്താ പോലെ. വെള്ളം കൊണ്ടുപോകാമേ. തിന്നാൻ പോലെ മറ്റേ ഇറക്കണ്ടേ? ഞാൻ മൊത്തത്തോടെ ആയിട്ടെ, അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം നിങ്ങൾ കണ്ട ഞാൻ കടിക്കാതെ ഞാൻ എക്സ്പ്രഷൻ ഇട്ടു. അയ്യോ അമ്മ ഇപ്പൊ അവിടെ വിട്ടു. ഇപ്പൊ പൊട്ടാമസിനെ പോലെ വാ കണ്ടോ? ഞാൻ വെള്ളം കൊടുക്കണ്ട. നിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഞാൻ ഓർത്ത്, ഞാൻ വിചാരിച്ചെല്ലാം മൊട്ടായി ആയിരിക്കും. ഈ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതും കുഴപ്പമില്ല, എനിക്ക് കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കയ്പ് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒന്നും കുഴപ്പമില്ലായിരുന്നു. കോവൽപ്പൂ തിന്നാൻ നല്ലല്ലേ? കോവലുണ്ടായി പോവില്ല. മുട്ടായി തിന്നുമ്പോ ആർക്കും വെള്ളം വേണ്ട. മത്തിപ്പുളി തിന്നില്ല കേട്ടോ, ഷുഗർ താന്നു പോകും കേട്ടോ. ചുമ്മാ കടിക്കുന്നേ. അപ്പൊ ഗായ്സ് ഇനി നമുക്കിനി അടുത്ത് ഇനി ഏഴാമത്തെ റൗണ്ടല്ലേ? ഏഴാമത്തെ റൗണ്ടിലോട്ട് 7 or 6 ഗൈസ്. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. കൈപ്പൊക്കെ ഒട്ടും കൊള്ളത്തില്ല.